അഭിഷേകം ചെയ്തിടണേ, കണ്ണീരുമാക്കിടുവാൻ ഇന്നെന്നിൽ നിറയണമേ, തിരുരക്തമൊഴുക്കണമേ. അഭിഷേകം ചെയ്തിടണേ, കണ്ണീരുമാക്കിടുവാൻ ഇന്നെന്നിൽ നിറയണമേ. ഒന്നായി പാടി മാറ്റിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. ഒന്നായി പാടി മാറ്റിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. ശാപങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ അഭിഷേകമൊഴുകിടുന്നു, ശാപങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ അഭിഷേകമൊഴുകിടുന്നു. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞിടുക നീ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞിടുക നീ. ഒന്നായി പാടി വച്ചിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. ഈ മണിക്കൂറിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നിങ്ങൾ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ എന്ന് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. കാരണം പരിശുദ്ധാത്മാവ് നമ്മൾ നിറയപ്പെടുമ്പോൾ സന്തോഷവും സമാധാനവും നമ്മളിൽ നിറയപ്പെടും. ഈ സന്തോഷ സമാധാനവുമാണല്ലോ നമുക്കെപ്പോഴും ആവശ്യമായിട്ടുള്ളത്. അത് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, വചനം കേൾക്കുമ്പോൾ വചനത്തിന്റെ ശക്തി ഞങ്ങൾ നിറയപ്പെടട്ടെ. വചനത്തിന് വിരുദ്ധമായി ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളെയും നീക്കിക്കളയട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നീ ഒന്നിനെയും കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട, ഭയപ്പെടുകയും വേണ്ട. കാരണം നിന്റെ അസ്വസ്ഥത മാറ്റാൻ, നിന്റെ ഭയപ്പാട് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈശോ നമുക്ക് നൽകുന്ന വലിയ ഒരു ഉൾക്കാഴ്ച ഇതാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ, ദൈവകാര്യങ്ങളോട് വിശ്വസ്തരായിട്ടിരിക്കുന്നവർക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹം: നീ ഭയപ്പെടേണ്ട, നീ അസ്വസ്ഥപ്പെടുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് ഈ അസ്വസ്ഥത മാറ്റപ്പെടുന്നത്, എപ്രകാരമാണ് ദൈവിക ശക്തി നമ്മൾ നിറയപ്പെടുന്നതെന്ന് ഈ മണിക്കൂറിൽ നമ്മൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുകയാണ്. ഈശോ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 28 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 28 തിരുവചനം: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആശ്വാസം നൽകുന്നത് അത് യേശു വഴിയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. യേശുവിന്റെ പക്കൽ ആരെല്ലാം എത്തിച്ചേർക്കപ്പെടുന്നുവോ അവർക്കെല്ലാം കിട്ടുന്ന വലിയൊരു സമ്പത്താണ് ഈ ആശ്വാസം. ടെൻഷനടിച്ചും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കുമ്പോൾ
ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ സംഭവിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ ആശ്വാസം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയപ്പെടാൻ തുടങ്ങും. പ്രിയപ്പെട്ടവർ, അതിന് വളരെ പ്രത്യേകമായൊരു കാരണമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട പേരുകളിലാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. 2, പരിശുദ്ധാത്മാവ് അത്യുന്നതന്റെ ശക്തിയാണ്. 3-മതായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് സഹായകൻ ആണെന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനം പഠിപ്പിക്കുന്നു, സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് സമം സഹായകൻ, ആശ്വാസദായകൻ. നമ്മുടെ ജീവിതത്തിന്റെ അനുദിന മേഖലകളിലൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരം: ആശ്വാസദായകൻ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന അഡ്വക്കേറ്റ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന ഒരു മനോഹരമായൊരു സംഭവം, ഒരു പെൺകുട്ടി ധ്യാനത്തിന് വന്ന അവസരത്തിൽ ആ പെൺകുട്ടി കിട്ടിയ ഒരു വലിയ ദൈവിക അനുഭവമാണ്. പല വിഷയങ്ങളെക്കുറിച്ച് നിരാശയും ദുഃഖവും പിടിപെട്ടിട്ടാണ് ഈ പെൺകുട്ടി ധ്യാനത്തിന് വന്നത്. ആത്മഹത്യയെക്കുറിച്ച് പോലും ഈ പെൺകുട്ടി ചിന്തിക്കുന്നു. ജീവിതം മടുത്ത അവസ്ഥ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവളുടെ ദുഃഖം. ധ്യാനത്തിന് ആരെല്ലാമോ നിർബന്ധിച്ചു വന്നു. ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പങ്കെടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവളെ നോട്ട് ചെയ്തു. അവൾക്ക് ധ്യാനത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ല. ആകപ്പാടെ മറുതലിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതം. അതിന് അവളുടേതായ കാരണങ്ങൾ പലതുമുണ്ട്. ഞാൻ അവളോട് ധ്യാനത്തിന് വന്ന ആദ്യത്തെ ദിവസം തന്നെ സംസാരിക്കേണ്ടി വന്നു. ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് അല്പം കൂടെ സന്തോഷത്തോടുകൂടെ ധ്യാനത്തിൽ പങ്കെടുത്തുകൂടെ? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടൊന്നും അല്ലച്ചോ, എന്റെ വീട്ടുകാരും എന്റെ സുഹൃത്തുക്കളോട് നിർബന്ധിച്ചു വന്നിട്ടാ. ഞാൻ ജീവിതം മടുത്തൊരു വ്യക്തിയാണ്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. എന്റെ പ്രശ്നങ്ങൾ എന്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞു അവളോട് ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഞാൻ പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറുമോ? ഞാൻ പറഞ്ഞു, പ്രശ്നങ്ങൾ മാറുക എന്നുള്ളതല്ല, മറിച്ച് പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും പ്രശ്നങ്ങളെ നേരിടാനുമുള്ള ഒരു കരുത്ത് നിനക്ക് ലഭിക്കും. അതുകൊണ്ട് നീ നിരാശപ്പെടാതെ ദുഃഖിക്കാതെ ധ്യാനത്തിൽ പങ്കെടുക്കുക. ഇതെല്ലാം പറഞ്ഞെങ്കിലും അവൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഒരു താല്പര്യമില്ലാതെയാണ്. ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 3-ാം ദിവസത്തെ സൗഖ്യ ആരാധനയ്ക്ക് ശേഷം ഇവള് പള്ളിയില് ഞങ്ങള് അച്ഛന്മാരിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവള് സന്തോഷത്തോടെ എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ഛാ, ഇന്നത്തെ ഈ ആരാധന സമയത്ത് ഈശോ എനിക്ക് ആശ്വാസം നൽകി എന്നുള്ളത്. ഞാൻ ചോദിച്ചു, ഈശോ എന്ത് ആശ്വാസം നൽകി നിനക്ക്? അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് നിരാശയും ദുഃഖിതയുമായിട്ടാണ്. എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ ഇന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദൈവജനവും കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഞാനൊരു കാഴ്ച കണ്ടു. പരിശുദ്ധ അൾത്താരയില് അരുളിക്കയിലുള്ള യേശു ഇതാ അൾത്താരിൽ നിന്ന് സാവധാനം നടന്ന് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. ഈ പെൺകുട്ടി അങ്ങനെയാണ് പറഞ്ഞത്, അച്ഛാ, അൾത്താരയിലുള്ള ഈശോ നടന്ന് ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്ന് ആ തിക്കിലും തിരക്കിലൂടെ നടന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്നു. എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്റെ മുഖത്തേക്ക് നോക്കി എന്നുള്ളതാണ്. ഞാൻ അവളോട് ചോദിച്ചു, ഈശോ നിന്നോട് എന്താണ് പറഞ്ഞത്? അവള് പറഞ്ഞു, അച്ഛാ, ഈശോ എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈശോ എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്തേക്ക് നോക്കി എന്നെ പുഞ്ചിരിച്ചു കാണിച്ചു. എന്നെ പുഞ്ചിരിച്ചു കാണിച്ചു. അച്ഛാ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം സന്തോഷമാണ് എന്റെ ഉള്ളിൽ നിറഞ്ഞത്. ഈശോ എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്തേക്ക് നോക്കി എന്നെ പുഞ്ചിരിച്ചു കാണിച്ചപ്പോൾ ഈ കാലം അത്രയും എന്റെ ഉള്ളിലുണ്ടായിരുന്ന ദുഃഖം, ഭാരം എവിടെയോ പോയച്ചാ. എന്റെ ഉള്ളിൽ ഭയങ്കര ആശ്വാസം നിറയാൻ തുടങ്ങി. അതിനുശേഷം ഞാനിപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ് അച്ഛാ. ഈ ആരാധനയ്ക്ക് ശേഷം എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു. എന്റെ നാവ് ഇടതടവില്ലാതെ ഇങ്ങനെ സ്തുതിക്കുന്നു. എന്റെ ശരീരത്തിൽ ഞാൻ ഇന്നേ വരെ അനുഭവിച്ചറിയാത്ത വലിയൊരു ശാന്തതയും സൗഖ്യവും ഭാരം കുറഞ്ഞ അനുഭവവും.
ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പോഴത്തേക്ക് ഈ നെഞ്ചിൽ എന്തോ വലിയ കല്ല് കയറ്റി വെച്ചതുപോലുള്ള ഭാരമായിരുന്നു. എന്നാൽ ഇപ്പോഴാ ഭാരമില്ല. എനിക്ക് ശാന്തി, സമാധാനം ഞാൻ അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വിട്ടുമാറിയിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ കൃപ എന്താണ്? ഭാരം മാറ്റപ്പെട്ടു. ഈ പ്രശ്നങ്ങൾ അതെവിടെയുണ്ട്? പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ചങ്കുറപ്പ്, ഒരു ബലം ഈ പെൺകുട്ടിക്ക് ലഭിച്ചു. യേശുവിന്റെ പക്കൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ഞാൻ ഈ പറഞ്ഞത്. ആശ്വാസം ലഭിക്കും. അതുകൊണ്ടാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആശ്വസിപ്പിക്കാമെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നൽകാം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഈ പരിശുദ്ധാത്മാ ശക്തി എന്താണ്? ആശ്വാസദായകനാണ്. അതുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഓർക്കുക, നിന്റെ ബുദ്ധി വെച്ചുകൊണ്ട് നീ അളന്നു കഴിഞ്ഞാൽ നിന്റെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും, BP കൂടിക്കൊണ്ടിരിക്കും. നീ ചെയ്യേണ്ട കാര്യം, നിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക, കുരിശിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. അടുത്തൊരു പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, വളരെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോലും അറിയാതെ വലിയ ഒരു ആശ്വാസം വന്ന് നിറയപ്പെടുന്നതായിട്ട് അനുഭവപ്പെടും. പ്രിയപ്പെട്ടവർ, ഇത് ഈ ലോകത്തിൽ കോടാനുകോടി ജനത അനുഭവിക്കുന്ന വലിയൊരു സന്തോഷമാണ്. നമുക്കറിയാലോ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ജനം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വരുന്ന ഓരോ ധ്യാനത്തിന് വരുന്ന ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കണം. സകല മുഖഭാവങ്ങളിലും സങ്കടമാണ്. ഒരു ആശുപത്രി ചെല്ലുമ്പോഴത്തേക്ക് ആശുപത്രിയിലുള്ള ആളുകളുടെ മുഖഭാവം എങ്ങനെയാണ്? അവരുടെ മുഖഭാവം സങ്കടമാണ്. ഇതുപോലെ തന്നെയാണ് ആത്മീയ ആശുപത്രിയായ ധ്യാന കേന്ദ്രങ്ങളിലും ദൈവജനം വരുമ്പോൾ അവരുടെ മുഖത്ത് സങ്കടമാണ്. ഒന്നാം ദിവസം ധ്യാനത്തിനൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ കയറുമ്പോൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഒട്ടുമുക്ക ആളുകളുടെയും മുഖം നിരാശയും ദുഃഖവുമായിട്ടായിരിക്കും. വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്നാൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കുമ്പസാരം കഴിയുമ്പോൾ, പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ സാവധാനം നിരാശപ്പെട്ടിരുന്നവര്, മുഖം വീർപ്പിച്ചിരുന്നവര്, അസ്വസ്ഥപ്പെട്ടിരുന്നവരുടെ മുഖമൊക്കെ ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും. ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടോ എന്തൊരു സന്തോഷാണെന്നറിയോ? പുഞ്ചിരിക്കുന്ന മുഖഭാവം. ഈ വന്നവരുടെ ഒന്നും പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടല്ല, ഈ വന്നവരുടെയൊക്കെ കടബാധ്യതകൾ മാറിയിട്ടല്ല, മറിച്ച് എങ്ങനെയാണ് ഈ വലിയൊരു മാറ്റം സംഭവിക്കുന്നത്? അവര് പോലും അറിയാതെ അവരുടെ മനസ്സിലുള്ള നിരാശയുടെയും കൈപ്പേറിയ അനുഭവങ്ങളുടെയും ജീവിതത്തിന്റെ ഇന്നലകളുടെയും ദുഃഖഭാരങ്ങൾ സാവധാനം മാറ്റപ്പെട്ട് അവരുടെ ഉള്ളിൽ ആശ്വാസവും സന്തോഷവും നിറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ്. ദൈവത്തിന്റെ പക്കൽ മാത്രമേ ഈ ആശ്വാസം ലഭിക്കൂ എന്നുള്ള സത്യം നമുക്കറിയാം. നമുക്കൊരു പ്രശ്നമോ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടോ വീട്ടുകാരോടോ പങ്കുവെക്കാൻ ആഗ്രഹിക്കും. നമ്മളെ മനസ്സിലാക്കുന്നു എന്ന് കരുതുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മളിത് പറയാൻ ആഗ്രഹിക്കും. എന്നാൽ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മളിത് പറയുമ്പോൾ അവർ നമ്മളെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കുകയില്ല. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ എല്ലാം കേട്ടതിന് ശേഷം അവർ നമ്മളെ കുറ്റം വിധിക്കും. നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കുറ്റം വിധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല. അവർക്കാർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ദൈവസന്നിധിയിൽ പോയിരുന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ നൽകുന്ന വലിയൊരു ആശ്വാസം നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേരളത്തിൽ ഞാൻ അറിയുന്ന ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കള്ളക്കേസിൽ കുടുക്കി ഇദ്ദേഹത്തെ ആകപ്പാടെ പ്രശ്നത്തിലായിരുന്നു. പത്രങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിന്റെ കള്ളക്കഥകൾ ഉണ്ടാക്കി. ഇദ്ദേഹം ദൈവത്തിനു മുമ്പിൽ നല്ലവനായിരുന്നു, നീതിമാനായിരുന്നു. പക്ഷെ ആർക്കും മനസ്സിലായില്ല. ഈ കഠിനമായ വേദനയിലൂടെ കടന്നു പോകണം എന്നുള്ളത് അതൊരു ദൈവ നിയോഗമായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു ശുദ്ധീകരണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം കടന്നുപോയ സങ്കടം ആർക്കും മനസ്സിലാവില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പോലും
ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് അവരവരുടെ വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ വീട്ടിൽ മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി താമസിച്ചു. പ്രിയപ്പെട്ടവരെ, കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ഈ കേസെല്ലാം കള്ളക്കേസാണെന്ന് തിരിച്ചറിഞ്ഞു. വീണ്ടും ഇദ്ദേഹം ആ വ്യവസായ സ്ഥാപനം ഇങ്ങനെ വളർത്തിയെടുക്കുകയാണ്. ഭാര്യ മക്കളൊക്കെ തിരിച്ചു വന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒരിക്കലും ഇദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനത്തിൽ ഞാൻ ഇദ്ദേഹത്തെ പോയി കണ്ടു. അവിടെ ഒരു പ്രത്യേക കാര്യവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ഈ വലിയ ദുഃഖവും കഷ്ടപ്പാടും ആരും മനസ്സിലാക്കില്ല. സ്വന്തം ഭാര്യ പോലും താങ്കളെ വിട്ടുപോയില്ലേ? നാട്ടുകാരും വീട്ടുകാരും ഇയാൾ കള്ളനാണെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസരത്തിൽ താങ്കൾ എങ്ങനെയാണ് പിടിച്ചു നിന്നത്? താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ മനസ്സിലാക്കിയത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ വാ, ഈ ഓഫീസിൽ ഇദ്ദേഹത്തിന്റെ മുറിയുടെ തൊട്ടുപുറയിൽ ചെറിയൊരു മുറിയുണ്ട്. ആ മുറിയിൽ എന്നെ കൂട്ടിക്കൊണ്ട്, പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, അവിടെ ഈശോയുടെ തൂങ്ങപ്പെട്ടൊരു രൂപമുണ്ട്. എന്നോട് ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ഞാൻ ഈ തൂങ്ങപ്പെട്ട യേശുക്രിസ്തുവിന്റെ രൂപത്തിന്റെ മുമ്പിൽ വന്ന് കമഴ്ന്ന് കിടക്കും അച്ഛാ. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഞാൻ എന്റെ സങ്കടം മുഴുവൻ പറഞ്ഞ് വാവിട്ട് നിലവിളിക്കും. എനിക്ക് വലിയ പ്രാർത്ഥന എന്ന് അറിഞ്ഞുകൂടാ അച്ഛാ, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ 10-15 മിനിറ്റ് ഇങ്ങനെ ഞാൻ വാവിട്ട് നിലവിളിച്ച് എനിക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്റെ ഉള്ളിലോട്ട് വന്നെന്നറിയാൻ തുടങ്ങും അച്ഛാ. എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്റെ ഉള്ളിലോട്ട് വന്നെന്നറിയും. അത് വലിയൊരു ആശ്വാസമായിരുന്നു. എന്റെ കഷ്ടതയുടെ ദുഃഖത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞാൻ അങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത്. എന്റെ ഈശോ നൽകിയ ആശ്വാസമല്ലാതെ മറ്റൊരാശ്വാസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ ആശ്വാസമാണ് ഇന്നും എന്നെ കൈപിടിച്ച് നടത്തുന്നത്. ആശ്വാസദായകനായ യേശുക്രിസ്തു, യേശു നൽകുന്ന ഈ കൃപ പരിശുദ്ധാത്മാവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആശ്വാസത്തിന്റെ സഹായകനായ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ അപ്രകാരം തന്നെ മനസ്സിലാക്കണം. ഇതൊരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുക. അനുദിന ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ഒരു സാമീപ്യമായിട്ട്. ഒരു സഹോദരി ഒരു ധ്യാനത്തിന് വന്ന അവസരത്തിൽ പറഞ്ഞു, അച്ഛാ, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചൊരു വ്യക്തിയാണ്. ഞാനൊരു ആക്സിഡന്റ് കണ്ടതിന് ശേഷം എനിക്ക് അച്ഛാ സ്റ്റിയറിംഗ് പിടിക്കാൻ ഭയമാണ്. എനിക്ക് വേറെ ആളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഞാൻ വണ്ടി ഓടിക്കാൻ സ്റ്റിയറിംഗ് പിടിക്കാൻ എനിക്ക് ഭയമാണ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടു പോയ ആ ധൈര്യം വീണ്ടും കിട്ടുന്നത്? ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, സഹായക, എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ആ നാളുകൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ സഹോദരി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് സ്റ്റിയറിംഗ് പിടിച്ച് ഞാൻ സീറ്റിലിരുന്നു എന്റെ കാറിൽ. ഞാൻ പോലും അറിയാതെ എന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്റെ കൈകളിൽ സഹായകനായ പരിശുദ്ധാത്മാവാണ് ബലം നൽകിയത്. എന്റെ ഉള്ളിൽ നിന്ന് ഭയം ദൂരെ പോയി, ശക്തി ലഭിച്ചു. ഞാനിപ്പോ വണ്ടി ഓടിക്കും. എനിക്ക് പേടിയില്ല. കാരണം സഹായകനായ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. മറ്റൊരു പഠിക്കുന്ന കുട്ടിയുടെ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. ഭയമാണ്, എപ്പോഴും ഭയം. പരീക്ഷയ്ക്ക് ജയിക്കുമോ എന്നുള്ള ഭയം, ദുഃഖം, അങ്ങനെ പലതും. ആകപ്പാടെ ദുഃഖവും നിരാശയും ഒക്കെ തലയ്ക്കകത്ത് കയറിയിരിക്കുക. ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ നിന്റെ ഭയവും ദുഃഖമൊക്കെ ദൂരെ പോകും. പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയല്ലേ, നീ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവക്ക് വലിയ ആശ്വാസം കിട്ടാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്കോടുകൂടെ പാസ്സാകാൻ തുടങ്ങി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിലെ ഏതൊരു വലിയ പ്രതിസന്ധിയുടെ നടുവിലും ദുഃഖത്തിന്റെ നടുവിലും പ്രാർത്ഥിക്കാൻ പറ്റിയ വലിയൊരു കൃപയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. നീറുന്ന ഏതൊരു പ്രശ്നത്തിന്റെ നടുവിലും നിന്റെ ബുദ്ധി കൊണ്ട് നീ അതിനെ അളക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മുടെ ബുദ്ധി വളരെ പരിമിതമാണ്. കണക്കുകൂട്ടി ജീവിക്കുന്ന നമ്മുടെ ബുദ്ധി വളരെ പരിമിതമാണ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മ ശക്തിയാണ് വേണ്ടത്. പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ അസാധ്യമായ കാര്യങ്ങൾ സാധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ആശ്വാസത്തിന്റെ ഗീതങ്ങളൊക്കെ പാടാൻ തുടങ്ങും. പരിശുദ്ധ അമ്മ അങ്ങനെ പാടിയവളാ. പരിശുദ്ധ അമ്മ അസാധ്യമായ കാര്യത്തിന്റെ മുമ്പിൽ അസ്വസ്ഥയായി നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്ന ശക്തി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? പരിശുദ്ധ അമ്മ സ്തോത്രഗീതം പാടാൻ തുടങ്ങി.
ആശ്വാസഗീതം പാടാൻ തുടങ്ങി. സഹായകന്റെ നിറവ് അനുഭവിച്ച് മറ്റുള്ളവരെയും കൂടെ ഈ ആശ്വാസം പകർന്നു കൊടുക്കാൻ തുടങ്ങി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ മുമ്പിൽ ഇതാ ഒരു വെല്ലുവിളി. നിന്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണോ എങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. ഇതൊരു സമയം മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ സന്തോഷം ലഭിക്കും. എല്ലായ്പ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മളെല്ലാം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിനെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്ന് നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെ ബലപ്പെടുത്തും. ഈ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനു പ്രാർത്ഥിക്കാം? പരിശുദ്ധാത്മാവെ ശക്തിയും ബലവും നൽകി എന്നെ നയിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. തീർച്ചയായിട്ടും സഹായകനായ പരിശുദ്ധാത്മാവ് നിന്നെയും എന്നെയും ശക്തിപ്പെടുത്തും. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കും. ആമേൻ.